പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ മൂന്നാം തേർ ഇന്നാണ്. ആദ്യം ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥപ്രയാണം ആരംഭിക്കുന്നതായിരിക്കും. വൈകുന്നേരമാണ് പ്രധാനം. ദേവരഥ സംഗമമാണിന്ന്. കൽപ്പാത്തിയിൽ നിന്നും ഗോകുൽ VS-ഉം സ്നേഹമോൾ നയനാനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കൽപ്പാത്തിയിൽ അത്രത്തോളം വലിയ വിശേഷമാണ്. മനോഹര കാഴ്ചകളോടൊപ്പം തന്നെ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ദേവരഥ സംഗമം ഇന്ന് വൈകുന്നേരം നടക്കാൻ പോവുകയാണ്. പുലർച്ചയോടുകൂടി എങ്ങനെയാണ് കാഴ്ചകൾ? ഗോകുൽ, സ്നേഹ. ഞങ്ങളുടെ കൽപ്പാത്തി സെറ്റാണ് കണ്ടോ. നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്നേഹ, ഫസ്റ്റ് കൽപ്പാത്തി തേരാണ്. ഈ തേരൊക്കെ കണ്ടിട്ട്, ഈ കൊത്തുപണികളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതായത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ കൽപ്പാത്തി രഥോത്സവമാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഒരു സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. തേരൊക്കെ കാണുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൽപ്പാത്തി തേര് കണ്ടിരിക്കണമെന്ന് പലരും കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഇവിടുത്തെ ഒരു രാവിലെ ഒരു പുലർച്ചെ നേരത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഓരോ വീട്ടുകാരും രാവിലെ ഇരുന്നിട്ട് അഗ്രഹാരം എന്ന് പറയുമ്പോൾ ഹാരം പോലെ തന്നെ ഓരോ ചുവരുകൾ ചേർന്ന് വീടുകളാണ്. അത് തന്നെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഈ ഗ്രാമങ്ങളാണ്, ആ ഗ്രാമങ്ങളുടെ ആ ഒരു തനിമ, ഒരു പ്രൗഢി തനിമ എല്ലാം കൂടെ ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, കുഴൽമന്നം. എന്താണ് സുഖല്ലേ? ആദ്യമായിട്ടാണോ കൽപ്പാത്തി തേര് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരാറുണ്ടോ? കൽപ്പാത്തി തേര് വർഷം തോറും വരാറുണ്ട്. ഞാൻ എല്ലാ വർഷവും വന്ന് കാണാറുമുണ്ട്. കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു കാശിയിൽ പാതി എന്നാണ് പറയാറ്. പക്ഷേ കലയിൽ സമ്പൂർണ്ണമാണ്. ഇവിടെ സംഗീതത്തിനും അതുപോലെ വേദമന്ത്രങ്ങളും അതുപോലെ ഭജന ഇതെല്ലാം ഒരുപാട് നല്ല രീതിയിൽ നടത്തുന്ന ഒരു അഗ്രഹാര ഭക്തിയും അതോടൊപ്പം തന്നെ ഒരു ഭംഗിയും ഒരുമിച്ച് ചേരുന്നു അല്ലേ? ഭക്തിയും അതുപോലെ തന്നെ സാഹോദര്യവും കൂടി ഒരുമിച്ച് ചേരുന്നുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരും ഇവിടെ വന്ന് ഇതിനോടൊപ്പം ചേരുന്നു. അതിനൊരു ആഘോഷമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം അത്രയധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ സ്നേഹ ഇവിടെ വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്താണ് ഇവിടെ ആദ്യം തോന്നിയത്? ഇത്ര ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ, ഇന്നലെയൊക്കെ ഇവിടെ വന്നു, അപ്പോൾ എന്താ തോന്നിയത്? രാത്രി ഒരു ആംബിയൻസ് ഒക്കെ എന്താ തോന്നിയത്? ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്, അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം അത്രമാത്രം തിരക്കുകൾ. ഇന്നാണ് മഹാദേവരഥ സംഗമം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ആളുകൾ കടല് പോലെ ആളുകളാണ്, മഹാസാഗരം പോലെ ആളുകളാണ്. ഈ തിക്കിനായിരിക്കും നമ്മളൊരു നിന്ന് കൊടുത്താൽ മതി, അങ്ങ് പൊക്കോളും. ആ തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ ഓരോ വീടുകളിലും ആളുകളൊക്കെ എഴുന്നേറ്റ് ആ കോലമൊക്കെ ഇടുന്നത് കാണാനായിട്ട് പ്രത്യേക രസമാണ്. ഈ കോലം എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണ്. പക്ഷേ ഇവർക്കിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കോലങ്ങളൊക്കെ ഉറുമ്പുകൾക്ക് കഴിക്കാനായിട്ടുള്ള ഈ അരിപ്പൊടിയാണ് പ്രധാനമായിട്ടും കോലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായും ഈ ഉറുമ്പുകൾക്ക് കഴിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അരിപ്പൊടി കൊണ്ട് ഇവർ ഈ കോലം ഉപയോഗിക്കുന്നത്. രാവിലെ തന്നെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. 10 മണിയോട് കൂടി തന്നെയാണ് ഇവിടെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക അല്ലേ? നമ്മുടെ ഒപ്പം ഒരു പിന്നണി ഗായികയുണ്ട്, ശ്രുതി. അപ്പോൾ എന്താണ് കൽപ്പാത്തി തിരക്ക് കാണുമ്പോൾ എന്താണ്? കൽപ്പാത്തി, ഞാനൊരു കണ്ണൂരുകാരിയാണ്, തലശ്ശേരിയാണ് സ്വദേശം. പക്ഷേ പാലക്കാട് എത്തിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. ഇപ്പം പാലക്കാട് സ്വന്തം നാട് പോലെ തന്നെയാണ്. അപ്പോൾ കൽപ്പാത്തി തേര് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വികാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും. കൽപ്പാത്തി തേരിനെ കുറിച്ച് കൊടുത്തൊരു പാട്ട്. ഓക്കെ, നമ്മുടെ എപ്പോഴും കൽപ്പാത്തി തേര് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു പാട്ട്, എല്ലാവരും പാടുന്ന പാട്ടായിരിക്കും അത് പാടാം. വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി പൊങ്കലുമായി വന്നു പൗർണമി. വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി പൊങ്കലുമായി വന്നു പൗർണമി. കയ്യിൽ കുപ്പി വളയുടെ താളം, കാലിൽ പാദസ്വരത്തിൻ്റെ മേളം, അഴകായി നീ തുളുമ്പുന്നു, അതിൽ ഹൃദയം നിറയുന്നു. കൽപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സംഗീത ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സംഗീതത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലേ? അതെ, ഒരുപാട്. എനിക്കും ഇത്തവണ ഇവിടുത്തെ നാഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിൽ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സംഗീതജ്ഞരുള്ള, ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. കൽപ്പാത്തിയിൽ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഉമ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ആ പാട്ടോട് കൂടി തന്നെ രാവിലത്തെ ഒരു ആംബിയൻസും എല്ലാം കൂടെ ചേർന്നപ്പം ഒരു ഇരട്ടി സന്തോഷമായിരിക്കുകയാണ്. പാട്ടുകൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. അതാ നമ്മുടെ അടുത്ത് കലാകാരൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് കൽപ്പാത്തിയുടെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു വിശുദ്ധിയൊക്കെ ഒത്തിണങ്ങിയ ഒരു മ്യൂസിക് നമുക്ക് വായിക്കാം.
ഇത് ഇതിനെക്കുറിച്ച് അതിന് പറയുന്നതിന് മുമ്പ് ഈ ഉപകരണത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയണം. അങ്ങനെയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇത് പാറ്റന്റ് എടുത്ത ഇൻസ്ട്രുമെന്റ് ആണ്. ശ്രീമൃദു എന്നാ പേര്. സിന്തറ്റിക് ആണ് ഇൻസ്ട്രുമെന്റ് കംപ്ലീറ്റ്. തോലൊന്നും ഇല്ലാത്ത ഉപകരണമാണ്. പിന്നെ നമുക്ക് നിന്നോട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ്. മൃദംഗത്തെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്താണ് അല്ലേ? അതെ. അപ്പോൾ ഇന്നുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വായിക്കാം. ഓക്കെ, എവിടെ വേണിച്ചാൽ വായിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം പറ്റുന്നത്. അത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കൽപ്പാത്തിയുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു ബന്ധമൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒന്നായിരിക്കും. ഞങ്ങളൊക്കെ വളർന്നു വന്നത് ഈ സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യമായി കിട്ടിയ അറിവിൽ നിന്നാണ്. ഒരുപാട് മഹാന്മാരൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കാനായി ഇവിടെ സംഗീതോത്സവങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ അഭിമാനപൂർവ്വമാണ് ഇവിടെ ഓരോ പ്രോഗ്രാമും ഞങ്ങൾ നടത്താറുള്ളത്. സ്നേഹ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യം ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഗീതമയവും കൂടെ ആയപ്പോൾ ആ കൽപ്പാത്തിയുടെ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, കേൾവിയുടെ മയം കൂടി. അതെ, കേൾവിയുടെ മയം കൂടിയായി. ആളുകളൊക്കെ ഇത് കണ്ട് ഈ ഓടി ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ കൂടി ആളുകൾ ഇവിടെ കൂടുമെന്ന് കേട്ടു. ഒരു മഹാസാഗരമാകുമെന്ന് കേട്ടു. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാനും അതോടൊപ്പം ഇവിടെ പ്രേക്ഷകരുമല്ല. അങ്ങ് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടോ? ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഇന്ന് സംഗീതോത്സവം ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവം തുടങ്ങുകയാണ്. അപ്പം മൃദംഗത്തിൻ്റെ ചുമതല എനിക്കാണ്. അപ്പം ഇനി 15 ദിവസം അവിടെ സംഗീതോത്സവത്തിൻ്റെ ദിവസങ്ങളാണ്. വൈകുന്നേരത്തെ കാഴ്ചയാണ് ദേവരഥ സംഗമം അല്ലേ? അതെ അതെ, അത് എല്ലാ ദേവന്മാരും ഒന്നിച്ച് ചേരുന്ന ഒരു ഇതാണ്. കാരണം അമ്പലത്തിനകത്ത് നിന്ന് ദൈവം പുറത്തേക്ക് വന്ന് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചപ്പാട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അമ്പലത്തിന് പുറത്തെത്തി ദേവന്മാർ നമ്മളെ സന്തോഷിപ്പിക്കാനായി ഇവിടെ എത്തുന്നു എന്നുള്ളത് കൂടിയാണ്. അതേസമയം തന്നെ ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു കൽപ്പാത്തി തേര് കൂടിയാണ് നടക്കുന്നത്. പൂജ. ശരി, ഗോകുലും സ്നേഹമോൾ നയനാനുമാണ് കൽപ്പാത്തിയിലെ വിശേഷങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് പറഞ്ഞത്. മനോഹരമായ കാഴ്ചകൾ, ഓരോ നിമിഷങ്ങളും അത്രത്തോളം രസമുള്ളതാണ്, മനോഹരമാണ്. കൽപ്പാത്തിയിലെ അഗ്രഹാര തെരുവുകളിലൂടെയൊക്കെ നടക്കണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും. അതിലൊരാൾ കൂടിയാണ് ഞാൻ. അതിൻ്റെ കൂട്ടത്തിൽ രഥോത്സവം, ആ ഭക്തിയും ഈ പറഞ്ഞതുപോലെ സംഗീതവും ആ ഒരു ദൃശ്യങ്ങളും എല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ആ നിമിഷങ്ങളൊക്കെ തന്നെ മനോഹരമാവുകയാണ്. അങ്ങനെ 3-ാം തേരാണ്. വൈകുന്നേരത്തോടു കൂടി ദേവരഥ സംഗമവും നടക്കുന്നതായിരിക്കും.